എല്ലാവർക്കും ഡിനൂസ് ഇൻഫോർമേറ്റീവ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ് ഈ ആപ്ലിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രേഖകളെല്ലാം ഇപ്പോൾ നമുക്കറിയാം ഡിജി ലോക്കർ പോലുള്ള ആപ്ലിക്കേഷൻസ് നിലവിൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. ഇതുവഴി നമുക്ക് നമ്മുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക് തുടങ്ങിയ രേഖകളെല്ലാം ഡിജിറ്റലി നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത് നമുക്കത് ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. എംപരിവാഹൻ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ പേജ് വരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ RC DL എന്നുണ്ടാവും ലെഫ്റ്റിൽ മേളിൽ. DL ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്കിൻ്റെയാണ്. ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യണം ആദ്യം. അതിനായിട്ട് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് DL സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് വെർച്വൽ DL, RC ആണെങ്കിൽ RCയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് വെർച്വൽ RC ഇത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് വെർച്വൽ RCയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ചോദിക്കും. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. OTP എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ RC ബുക്കും എല്ലാം ഇതിനകത്ത് ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ആവുകയും നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ്. അതിനുശേഷം ഇവരുടെ ഈ ആപ്ലിക്കേഷനിലെ കുറച്ച് സർവീസുകളുണ്ട്. അതാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും, 2-3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് DL മോക്ക് ടെസ്റ്റ്, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ മോക്ക് ടെസ്റ്റ് ഇതിൻ്റെ അകത്ത് ലഭ്യമാണ്. നമുക്കറിയാം ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനെല്ലാം വരുന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ മോക്ക് ടെസ്റ്റാണ് ഇതിനകത്ത് ഉള്ളത്. അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. മറ്റ് സർവീസുകളും ഇതിനകത്ത് ലഭ്യമാണ്. നിയറസ്റ്റ് പൊല്യൂഷൻ സെൻറ്റർ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നിയറസ്റ്റ് RT ഓഫീസ് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള സേവനങ്ങളും ഇതിൽ ലഭ്യമാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നോട്ടിഫിക്കേഷൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എത്രത്തോളം നിയമപരമായി ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ 2 നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, ജനറൽ നോട്ടിഫിക്കേഷനും അതുപോലെ മിനിസ്ട്രി നോട്ടിഫിക്കേഷനും. ഇതിൽ മിനിസ്ട്രി നോട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് അതിൻ്റെ ഒരു PDF ഫോർമാറ്റിലുള്ള ഒരു ഫയൽ ഡൗൺലോഡ് ആവും. ആ ഫയലിൽ നമുക്ക് എത്രത്തോളം നിയമപരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ആപ്ലിക്കേഷൻ എന്നുള്ളതിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻസാണ് ആ PDF പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായുള്ള പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ RC ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സെർച്ച് ഉണ്ട്. സെർച്ചിൽ നമുക്ക് ഏതെങ്കിലും ഒരു വെഹിക്കിളിൻ്റെ, നമ്മുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയ വണ്ടിയുടെ നമ്പർ വെച്ച് നമുക്ക് അതിൻ്റെ ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ വണ്ടിയുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ നമ്പർ അതിൻ്റെ RC ഓണർ ആരാണെന്നുള്ള ഡീറ്റെയിൽസ്, അതുപോലെ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫിറ്റ്നസ് വാലിഡിറ്റി പീരീഡ്, എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് നമുക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, നമ്മുടെ തന്നെ വെഹിക്കിളിൻ്റെ ഇതുപോലെ സെർച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്തിടാവുന്നതുമാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ്. അപ്പോൾ എംപരിവാഹൻ ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് ആ ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനിയും
ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.